ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 75-76 എപ്പിസോഡ് കഴിഞ്ഞു. ഇന്നത്തെ ലൈവില് നമുക്ക് ഒരു പ്രതീക്ഷിക്കാത്തൊരു 2 ദിവസമായിട്ട് പ്രതീക്ഷിക്കാത്തൊരു മത്സരാർത്ഥിയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണത്, നമ്മുടെ നൂറ. അതായത് ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനാലിയിൽ ടാസ്ക് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പോയിന്റ് നേടിയിരിക്കുന്ന വ്യക്തി മത്സരാർത്ഥി നമ്മുടെ നൂറയാണ്. അതായത് 116 പോയിന്റാണ് നേടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സാബുമാൻ ഉണ്ട്. അതായത് സാബുമാൻ ഒരുപാട് വിമർശനങ്ങൾ കൊണ്ടു നടന്ന വ്യക്തിയാണ്. അതായത് ബിഗ് ബോസ് വന്ന ശേഷം ആള് വളരെ സൈലന്റ് ആണ്. ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ്, മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയ വ്യക്തിയാണ്. പക്ഷെ സാബുമാൻ ഇപ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോ നൂറ് ഇന്നലെയും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇന്നും ടോപ്പ് വെച്ച് എല്ലാ പോയിന്റ്സും കൊണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് നൂറൊക്കെയാണ് 16 പോയിന്റ്സ് നേടിയിരിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സാബുമാൻ ഉണ്ട്. 13 പോയിന്റ്സ് ആണ് സാബു നേടിയിരിക്കുന്നത് ഇതില്ല. അപ്പൊ സാബുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള എല്ലാ ടാസ്കും സാബുമാൻ, അതായത് ആളെ മെന്റലി മൈൻഡ് ഗെയിമിംഗ് ആണെങ്കിലും ഫിസിക്കലുള്ള എല്ലാ ടാസ്കും പുള്ളിക്കാർ നല്ല രീതിയിൽ സ്കോർ ചെയ്യാറുണ്ട് പലപ്പോഴായിട്ട്. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ഫിസിക്കൽ ടാസ്ക് ഒക്കെ പുള്ളിക്കാർ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ സാബുമാൻ ഫസ്റ്റ് 16 പോയിന്റ്, സാബുമാൻ വന്നിട്ട് 13 പോയിന്റ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബസ്സിൽ പൂർത്തിയാക്കേണ്ട ടാസ്ക് ആണ്. അതായത് നല്ല രീതിയിലൊരു ടാസ്ക് തന്നെ ആയിരുന്നു അത്. അപ്പൊ പിന്നെ തൊട്ടുപുറകെ, അതായത് നൂറ് കഴിഞ്ഞ സാബുമാൻ കഴിഞ്ഞ തൊട്ടുപുറകെ തന്നെ അനുമോളും കൂടി ഉണ്ട്. അനുമോൾ വന്നിട്ട് 12 പോയിന്റാണ് തൂക്കിയിരിക്കുന്നത്. അപ്പൊ ഇവര് 3 പേര് പെർഫോമൻസിൽ നല്ല രീതിയിൽ ഇപ്പോ മാറ്റം വന്നിട്ടുണ്ട്. അനുമോൾ ഇപ്പോൾ ഓൾറെഡി ആയിട്ട് കുറെ കാലത്തിന് ശേഷം അനുമോൾ നല്ല രീതിയിൽ ഓൾറെഡി മാറ്റം വന്നൊരു വ്യക്തിയാണ്. പക്ഷെ നൂറയുടെ പെർഫോമൻസ് ഇന്നലെ 2 ദിവസമായിട്ട് നമ്മളെല്ലാം നിർത്തിച്ചിരിക്കുന്നത്. കാരണം നൂറ വളരെ സൈലന്റ് ആയിട്ട് ആദിലയുടെ പുറകെ ഗെയിം കളിക്കുന്ന അവർ പ്രത്യേകം ചെയ്യാനില്ലാതെ ആദിലയുടെ പുറകെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ എനിക്ക് തോന്നിയിട്ടുള്ളൂ നൂറിനെ പറ്റിയിട്ട്. കാരണം അവിടെ നൂറെ ആദിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ആദിൽ മാത്രമായിരിക്കും. അത് മറ്റുള്ള തർക്കിക്കുന്ന കാര്യമാണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഇങ്ങോട്ട് ആരെങ്കിലും ഷൗട്ട് ചെയ്യാനും ദേഷ്യപ്പെട്ടാലും എല്ലാം നൂറ റിയാക്ട് ചെയ്യാറുണ്ടെങ്കിൽ കൂടി ആദ്യം അത്ര പവർ ഇല്ല നൂറയ്ക്ക്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നൂറ് ഇന്നോട് നല്ല രീതിയിൽ പൊളിച്ചടിക്കുന്നു ടാസ്ക്. അപ്പൊ ഈ അക്ബറിനെ ഈ ഇടയ്ക്ക് നല്ല ട്രോൾ ഉണ്ടായിരുന്നു. അതായത് അനുവിനെ അക്ബർ ട്രോളുണ്ട്. അതുപോലെ നൂറിനെയൊക്കെ അക്ബർ വെറുതെ ഇരിക്കുന്ന അതിലെ പുറകെ വന്ന് വെറുതെ ഇരിക്കുന്ന എന്നുള്ള രീതിയിൽ അക്ബർ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്, എപ്പോഴും കളിയാക്കാറുണ്ട്. അപ്പൊ അക്ബറിന്റെ അണ്ണാക്കിൽ കൊടുക്കുന്നതാണ് പറയാം ഇന്നലെ ഇന്നോട്ട് നൂറ ടാസ്കിൽ. ഞാനും തന്നെ നൂറെ പറ്റി അധികം വീഡിയോ ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്ക് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല തോന്നുന്നു നൂറ. ഈ ഒരു LGBT കമ്മ്യൂണിറ്റി വന്നതല്ലാതെ അവർക്ക് അവിടെ പ്രത്യേകം ചെയ്യേണ്ടായിരുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആദിലയുടെ ഒപ്പം നിൽക്കുന്നല്ലാതെ ലാലയുടെ മേൽ ചോദിച്ചിട്ടുണ്ട് നൂറ് അധികം സംസാരിക്കാറില്ലേ എന്ന് ലാലയുടെ മേൽ ചോദിക്കാറുണ്ട്. ഇപ്പോ 2-3 ദിവസമായിട്ട് നൂറ നല്ല രീതിയിൽ ആക്റ്റീവാണ്. അപ്പൊ നൂറെ കളിയാക്കിയവരുണ്ട് വായ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നൂറ. അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാണ് ചിലപ്പോൾ നൂറെ കളിച്ചിട്ടുണ്ടാവും. അതായത് ഇനി ഒരു 10-20 ദിവസം കഷ്ടിച്ചുള്ളൂ ഈ സീസൺ കഴിയാൻ. അപ്പൊ ഇനി നല്ല രീതിയിൽ കളിച്ച് പിടിച്ചു നിന്നാൽ മാത്രമാണ് അവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നൂറെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു മൈൻഡ് ഗെയിം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നവരുടെ. അതായത് ലൈവ് ടാസ്ക് കണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നല്ല രീതിയിൽ. അതിനിപ്പോ അനുമോളും നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നെവിനും നല്ല പെർഫോം ചെയ്തു, ഷാനവാസും ചെയ്തു. പക്ഷെ ഇവരെക്കാളും കൂടുതൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്, അതായത് അത്രത്തോളം ഹെവി ടാസ്ക് ആയിരുന്നു. നല്ല രീതിയിൽ, അതായത് ഇന്നലെയും ഇന്നും ഇത്ര ദിവസം ആക്റ്റീവ് ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ നല്ല രീതിയിൽ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അവരെ ഒന്നിനും കൊള്ളാത്തവരാണ്. അല്ലെങ്കിൽ അക്ബർക്ക് അവരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ആദ്യം ബാക്കിൽ നിൽക്കണം ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞ പോലെ ലാലോട്ടന്മാർ ചോദിച്ച കാര്യമാണ്. അപ്പൊ ഈ കളിയാക്കിയവരെ കൊണ്ടും ട്രോളിയവരെ കൊണ്ടും വായ അടപ്പിച്ചു എന്തായാലും നൂറ ഇന്നലെ ഒന്നുമായിട്ട്.